ശ്രീ ലാൽകുമാർ, അങ്ങനെ ആ കുടുംബത്തോടും പൊതുസമൂഹം മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയുണ്ടോ? ഇവിടെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ സംഭവിക്കുന്നത് ഒരു നാട്ടിൽ ഒരാൾ മരിക്കുന്നു, എന്താണ് അക്കാലം വരെ നാട്ടുകാർക്കറിയാവുന്ന ഒരാൾ മരിക്കുന്നു. ഓൾ ഓഫ് എ സഡൻ ഗോവിന്ദസ്വാമി സമാധിയായി എന്ന് പറയുന്ന ഒരു ഫ്ലക്സ് കാണുന്നു. സ്വാഭാവികമായും ഏത് നാട്ടിലും ഉണ്ടാകാവുന്ന സംശയം പോലെ ആ നാട്ടിലെയും ആൾക്കാർക്ക് സംശയം ഉണ്ടാകുന്നു. ആ നാട്ടിലെ ആൾക്കാർ സ്വാഭാവികമായും സംശയമായി മുന്നോട്ട് വരുന്നു. അത് പോലീസിലേക്ക് പോകുന്നു. പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്തം എന്താണ്? ആ ദുരൂഹത പരിഹരിക്കണം. ഇനി ഫോറൻസിക് പരിശോധന പോലും എന്തുമായിക്കോട്ടെ, ആ ദുരൂഹത പരിശോധിക്കൽ ഒരു പാതകമായി മാറുമോ പുതിയ കാല സമൂഹത്തിൽ? ലാൽകുമാർ. നോക്കൂ, ഞാനിവിടെ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. പക്ഷേ സമൂഹത്തിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും ആരെങ്കിലുമൊക്കെ പറയേണ്ടതുള്ളത് കൊണ്ട് ഞാനങ്ങ് പറയാം. അതിൻ്റെ പാപഭാരം ഞാനങ്ങ് ഏക്കാമെന്ന് കരുതുന്നു. ഒരു വ്യക്തി സമാധിയായി എന്ന് അവർ അവകാശപ്പെടുന്നു. സമാധിയാവുമോ മരിക്കുവോ ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്താണ്? സമാധി എന്ന് പറയുന്ന ആ ടെക്നിക്കാലിറ്റിയിലാണോ കേരളത്തിലെ ചർച്ച നടന്നിട്ടുള്ളത്? ഹൈക്കോടതിയിലേക്ക് പോയത് സമാധിയാണോ അതോ മരിച്ചതാണോ എന്നുള്ളതാണോ ഇവിടുത്തെ പ്രശ്നം? നോക്കൂ, ശ്രീനാരായണ ഗുരു സമാധിയായി, അല്ലെങ്കിൽ മറ്റൊരു സന്യാസി ശ്രേഷ്ഠൻ സമാധിയായി, ആ ഡെഫിനേഷൻ വഴി അംഗീകരിച്ചു, സമ്മതിച്ചു. ഇവരെയൊക്കെ അടക്കാനായിട്ട് നാട്ടുകാരെ കാണിക്കാതെ രാത്രിയിൽ 12 മണിക്ക് കോൺക്രീറ്റ് ഇട്ട് മൂട്ടുവല്ല ചെയ്തത് ആണോ? അങ്ങനെ എവിടാ മൂട്ടിയത്? അങ്ങനെ മൂട്ടിയതിൻ്റെ ചരിത്രം കേരളത്തിലുണ്ടോ? അപ്പോൾ സന്യാസിയാണ് ഈ പറയുന്ന രീതിയിൽ. ഏത് തരത്തിലാണ് നിങ്ങൾ ഏത് ഡെഫിനേഷൻ വേണം വെച്ചോ, മരിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഈ പറയുന്ന നേരിട്ട് വിഷ്ണുപാദത്തിൽ പൂകിയെന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രശ്നം, ഈ പൂകിയ ആളെ നാട്ടുകാരെ കാണിക്കാതെ രാത്രിയിൽ ഒളിച്ചു കൊണ്ടുവന്ന് ആരും അറിയാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പം പൊതുസമൂഹം സംശയിക്കും, മനുഷ്യരായിട്ടുള്ളവരിൽ സംശയിക്കും, കോമൺ സെൻസ് ഉള്ളവർ സംശയിക്കും, അത് സ്റ്റേറ്റും സംശയിച്ചു. അത് കേരള ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ കേരള ഹൈക്കോടതിയും സംശയിച്ചു. അത് വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് ഇവിടെ വേണ്ട. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വീട്ടുകാർ, അവർക്ക് ബോണഫൈഡ്സ് ഇല്ല. കാര്യം അവർ ഈ ചർച്ചകൾ വന്ന ശേഷം അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് പച്ച വർഗീയതയാണ് ഈ നാട്ടിൽ പറഞ്ഞത്. പച്ച വർഗീയത. അവരുടെ പിതാവിനെ അവർക്ക് നഷ്ടപ്പെട്ടു, അതിൻ്റെ വിഷമമൊക്കെ വേറെ. ഈ പിതാവിനെ നഷ്ടപ്പെട്ട് ഇരിക്കുമ്പോഴും അവരാ സമാധിയെക്കാട്ടിലും കൂടുതൽ പ്രശ്നം അവർക്ക് അവിടുത്തെ മുസ്ലിം വർഗീയതയായിരുന്നു, അല്ലേ? അതുകൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണം ഉണ്ടാകുന്നേ? ഈ സന്യാസി വളർത്തിയ മനുഷ്യരായി കാണിക്കുന്നേ. അത്ര മോശം പ്രവൃത്തിയാണ് ഈ സംസ്ഥാനത്ത് അവർ നടത്തിയത്. അവരിങ്ങനൊരു സാഹചര്യമായതുകൊണ്ട് മാത്രമാണ്. അല്ല എങ്കിൽ അവർക്കെതിരെ കമ്മ്യൂണൽ ഹാർമണി ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കേസ് എടുക്കാൻ എല്ലാ വകുപ്പുകളും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ വന്ന വേറൊരു കാര്യം, ഭസ്മവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജോർജ് ജോസഫ് സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതൊരു പോസിബിലിറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, ഈ ആളെ ഈ പറയുന്ന സമാധി തറയിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു എന്ന് പറയുന്നു. സമാധി തറയിലേക്ക് അദ്ദേഹത്തിന് പോയി ഇരിക്കാനുള്ള ആരോഗ്യമുണ്ടോ എന്നുള്ള ചോദ്യം പൊതുസമൂഹം ചോദിക്കുന്നു, അയൽവക്കക്കാർ ചോദിക്കുന്നു, നാട്ടുകാർ ചോദിക്കുന്നു. ആ ചോദ്യം റെലവൻ്റ് അല്ലേ? അത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഇദ്ദേഹത്തെ കൊണ്ടുവച്ചു. ജോർജ് ജോസഫ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ കാല് മടങ്ങണമെങ്കിലും കൈ മടങ്ങണമെങ്കിലും ഒക്കെ ജീവൻ വേണം. ശരി, കൈയും കാലും ഒക്കെ മടക്കി കൊണ്ടുവച്ച് അത് കഴിഞ്ഞ് ഈ ഭസ്മം എന്ന് പറയുന്ന സാധനം വരുന്നുണ്ടല്ലോ, അദ്ദേഹം തന്നെ പോയി ഇരുന്നു ചെയ്തു എന്നിരിക്കട്ടെ. ലങ്സിലേക്ക് ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ലങ്സിലേക്ക് ഈ പറയുന്ന ശ്വാസനാളത്തിലേക്ക് ഭസ്മം പോയിട്ടുണ്ട് എങ്കിൽ അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടല്ലോ. ഈ വായിക്കൂടെ പോകുന്ന കാര്യം ലങ്സിൽ പോകാം എന്നുള്ള പോസിബിലിറ്റി ഞാൻ അംഗീകരിച്ചു, അതവിടെ നിൽക്കട്ടെ. അല്ലാതെ അദ്ദേഹം ഈ മൂടൽ കർമ്മം നടക്കുമ്പോൾ അദ്ദേഹം ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ള പോസിബിലിറ്റി പൂർണ്ണമായി ഇപ്പം നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ടില്ല. അതുണ്ട്, ലങ്സിൽ ഭസ്മം ഉണ്ട് എങ്കിൽ അതിനൊരു പോസിബിലിറ്റി ഉണ്ട്, അതൊരു പോസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ വേറെ പല പോസിബിലിറ്റീസും ഓട്ടോപ്സിയിൽ അവർ ചെക്ക് ചെയ്യും, പോസ്റ്റ്മോർട്ടത്തിൽ അവർ ചെക്ക് ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ വരുമ്പം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാധ്യമ റിപ്പോർട്ടുകളാണ്. മാധ്യമങ്ങൾ അത് വളരെ വൃത്തികേടായിട്ടാണ് കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന രീതിയിൽ അവരെ സംശയിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്കില്ല. അവർക്കൊരു ലീവേ കൊടുക്കാമോ? തീർച്ചയായിട്ടും കൊടുക്കാം. കാര്യം നമ്മൾ വിചാരിച്ചിരുന്നത് ഇതിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം ഇത്രത്തോളം അവർ ഇതിന് വാശി പിടിച്ചതുകൊണ്ട് ഒരു പൊതുസമൂഹത്തിന് നിയമത്തിനോട് ഒരു ബാധ്യതയുമില്ല എന്ന് പറയുന്നുണ്ട്. ഹൈക്കോടതി വിധി അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞില്ലേ? ഹൈക്കോടതി വിധി അംഗീകരിക്കാൻ പറ്റാത്ത ആളെ പോലീസ് പിടിക്കുക എന്നുള്ളതാണ് അതിന് മാർഗം. അതിന് വേറൊന്നുമില്ല. അത് സന്യാസി ഇവിടുന്ന് നേരിട്ട് ആകാശത്തേക്ക് പോയതായാലും ഇവിടുന്ന് നേരെ സൈഡിലോട്ട് കൂടെ പോയതാണെങ്കിലും ഇവിടെ ഒരു വിഷയമേ അല്ല. ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ
ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ, വേറെ ആരെങ്കിലും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ കൊന്ന ആളും സ്റ്റേറ്റ് ഓഫ് കേരളയും തമ്മിലായിരിക്കും ഈ ലീഗൽ ലിറ്റിഗേഷൻ നടക്കുന്നത്. കാര്യം എന്താ? ഇറ്റ്സ് എ ക്രൈം അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്നുള്ളതുകൊണ്ടാണ്, ആ ഡെഫിനേഷനിൽ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രസക്തിയുള്ള കാര്യങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടന്നത്. ഇപ്പം ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നു, നമുക്ക് പ്രാഥമികമായ വിവരം കിട്ടുന്നതിനനുസരിച്ച് അവരെ നമുക്ക് ഈ കുറച്ച് ദിവസത്തേക്ക് അവരെ മാറ്റി നിർത്താം. അവർ പറഞ്ഞ രീതിയിൽ പോട്ടെ, അവരുടെ കർമ്മങ്ങൾ നടക്കട്ടെ. അവർ ഇനിയിപ്പം ഈ ബോഡി കൊണ്ടുവന്ന് തന്നെ സമാധി, ഈ മഹാസമാധിയിലേക്ക് പോകുന്നു എന്ന് ഇന്ന് പറഞ്ഞല്ലോ, ഇന്ന് അവരുടെ വീട്ടുകാർ പറഞ്ഞില്ലേ? അപ്പം ഇങ്ങനെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താലും മഹാസമാധിയിലേക്ക് പോകാൻ സന്യാസി വര്യന്മാരെ വിളിച്ച് ഇത് നടക്കുന്ന കാര്യമായിരുന്നു. അത് നടക്കുന്നുകൊണ്ടാണല്ലോ അവർ നാളെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്നലെ അവർ വഴക്കുണ്ടാക്കിയ വെറുതെ അല്ലേ? അപ്പം ഇത്രേ ഉള്ളൂ കാര്യം. അവരതിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും അടക്കുന്ന പൊതുസമൂഹത്തിന് തോന്നുന്നു. അത് തോന്നുന്ന തെറ്റല്ല. കാര്യം നമ്മുടെ സാധാരണ രീതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാരറിയാതെ, എൻ്റെ അമ്മ 2 വർഷം മുമ്പ് മരിച്ചുപോയി, ഞാൻ നാട്ടുകാരെ ആരെ അറിയിക്കാതെ കൊണ്ട് അമ്മ കുഴിച്ചിടുവാണെങ്കിൽ അതിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്, പൊതുസമൂഹം കണക്കാക്കുന്നത്, മനുഷ്യരായിട്ടുള്ളവരെല്ലാം കണക്കാക്കുന്നത്. അതിനിടയിൽ കൂടെ സമാധി അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലീജിയസ് ആസ്പെക്റ്റിലേക്ക് തൊടാൻ ഇവിടുത്തെ പ്രാക്ടീസിങ് ലോയേഴ്സിന് ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ നിയമ സംവിധാനത്തിന് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം എന്നല്ലാതെ വേറൊരു കാര്യവുമില്ല. ഇപ്പം നമുക്ക് ചിന്തിക്കേണ്ടത് അടുത്ത അദ്ദേഹവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, ഫർദർ റിപ്പോർട്ട്സ് വരട്ടെ. ഫർദർ റിപ്പോർട്ട്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവരെ നമുക്ക് ചർച്ച ചെയ്യാമെന്നുള്ളതാണ്. അത് ശരിയുമാണ്. മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ, ശാരീരിക ഉപദ്രവങ്ങൾ നേരിട്ടിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. മാൻ മിസ്സിംഗ് കേസ് എന്ന പരാതിയിൽ അതിനുള്ളിൽ ഗോപൻ സ്വാമി ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്.